മുമ്പ് നമ്മുടെ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് ഉണ്ണി കണ്ണനുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഉണ്ണി യേശു ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടൊരു ഉണ്ണി മുഹമ്മദ് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ണി മുഹമ്മദിനെ നബിദിനത്തിനോടനുബന്ധിച്ചിട്ട് ഒരു റാലിയിൽ പങ്കെടുപ്പിച്ച് കുട്ടികളെയൊക്കെ വേഷം കെട്ടിച്ചിട്ട് അതിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ കണ്ണൻ ഇങ്ങനെ മയിൽപ്പീലിയും ഒക്കെ ചൂടി ഓടക്കുഴലൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ ഒരു വൃത്തിയില്ലാത്തത് കൊണ്ട് ഇവർ നേരെ ഉണ്ണിക്കണ്ണനെ കൊണ്ടുപോയി പൊന്നാനിയിലാക്കി, സുന്നത്ത് കഴിപ്പിച്ചു, മുസ്ലിമാക്കി മാറ്റി. ഇനി ധൈര്യമായിട്ട് അൽഫാമും മന്തിയും ഒക്കെ കഴിക്കാമല്ലോ. എന്നിട്ട് ഇവരുടെ മന്തി സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. ചോദിക്കട്ടെ, ഇത് ഈ കേരളത്തിലല്ലാതെ മണ്ടന്മാരും പൊട്ടന്മാരും എതിർക്കാൻ ഭയവുമുള്ള ഈ പൊട്ടൻ ഹിന്ദുക്കളോടല്ലാതെ എവിടെ നടക്കും ഇത്? ധൈര്യമുണ്ടോ യു പിയിൽ ഇതുപോലൊരു ഹോട്ടൽ തുറക്കാൻ? ഇതുപോലെ പേരും വെച്ചിട്ട് ധൈര്യമുണ്ടോ അസമിലൊന്ന് തുറക്കാൻ? പറ്റില്ല. കാരണം കേരളത്തിൽ ഇവർക്ക് എല്ലാത്തിനും പറ്റിയ പരിതസ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഇവർക്ക് ഇതിനെ അനുകൂലിക്കാൻ, ഇതിനെ പൊക്കിപ്പിടിച്ച് കൊണ്ട് നടക്കാൻ, ഇതിനെ താലോലിക്കാൻ, പിന്തുണ പ്രഖ്യാപിക്കാൻ, സൂപ്പറടാ സൂപ്പർ, ഒന്ന് ജയിലിൽ കയറിയാൽ എന്താ, നിന്റെ ഹോട്ടലും വൈറലായി, നീയും വൈറലായില്ലേ, അടിപൊളി, ഹിന്ദുക്കൾക്കിട്ടൊരു കൊട്ടു കൊടുക്കാനും പറ്റിയല്ലോ എന്ന് പറയാൻ ഇവിടെ ആൾക്കാരുള്ളിടത്തോളം കാലം ലീഗ് നേതാക്കൾക്ക് ഇതല്ല, ഇതിൻ്റെ അപ്പുറവും ചെയ്യാൻ പറ്റും. അതിനകത്ത് കുറച്ച് എരിവും പുളിവും ഒക്കെ കൂട്ടിക്കിട്ടിയാൽ വളരെ സന്തോഷം. പിന്നൊരു കാര്യമുണ്ട്, കൊടുക്കുന്ന വാർത്തകൾ മുസ്ലിങ്ങൾക്ക് എതിരാകരുത്. ഇപ്പോ 2 വിവാദം, ഈ നാസിക്കിന്റെ വിവാദം കൂടി കൂട്ടിയാൽ 3ആയി. 2 വിവാദം ഇന്നും ഇന്നലെയുമായി കത്തിജ്വലിച്ച് നിൽപ്പുണ്ട്. ഒന്ന് ഷിയാസ് കരീമിന്റെ ബീഫ് വിവാദമാണ്. അയാൾ പന്നി കഴിക്കില്ല, അയാളുടെ കിതാബ് പറഞ്ഞതുകൊണ്ട്. പക്ഷെ അയാൾക്ക് ജാതിയും മതമൊന്നുമില്ല. ഇരട്ടത്താപ്പ് നോക്കണം. തിരിഞ്ഞു കടിക്കാത്ത എല്ലാത്തിനെയും ഞാൻ കഴിക്കും, പക്ഷെ പന്നിയെ കഴിക്കില്ല. കാരണം പന്നി ഇവനെ ചൊറിഞ്ഞു, മാന്തി, കടിച്ചു, അതുകൊണ്ട് കഴിക്കില്ല. മതം വന്നപ്പോൾ കണ്ടോ എങ്ങനെയാ എന്ന് കണ്ടോ? ഇനിയും നമ്മൾ ഇതെടുത്ത് വിമർശിക്കുന്നു. അനുമോള് പറയും, അയ്യോ ഷിയാസ് കാക്ക എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ്, അയാൾ എന്നോടത് പറഞ്ഞെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ തന്നെ രംഗത്ത് വരും. നമുക്കത് കാണാം. ഒന്നതാണ്. 2, അപ്പോൾ ബീഫ് കൊച്ചിനെ കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് നീ BJP ആണോ, ഡയറ്റിങ്ങിനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ആളുകളുള്ളത്. ഒരു പ്രത്യേക മതവിഭാഗത്തെ എടുത്തു പറയുന്നു, ഞാൻ പന്നി കഴിക്കാത്തത് എൻ്റെ മതം പറഞ്ഞതുകൊണ്ട്. എന്തുകൊണ്ട് അനുമോള് ബീഫ് കഴിക്കുന്നില്ല? ഇതാണ് ചോദ്യം. ഇതാണ് ചോദ്യം. പോരെ. രണ്ടാമത്തേതാണ് മന്തി കഴിക്കുന്ന കണ്ണൻ. എടവേ, എന്നാലും കണ്ണന്റെയും സുന്നത്ത് കഴിപ്പിച്ച് കണ്ണനെയും തൊപ്പിയിട്ട് ഇവന്മാര് മുസ്ലിമാക്കി സ്വന്തമാക്കി കളഞ്ഞല്ലോ. കുറച്ചുകൂടി പോയില്ലേ? മുമ്പ് മാവേലിയെ മുഹമ്മദ് അലി ആക്കി മാറ്റിയിരുന്നു നമ്മുടെ മുഹമ്മദ് അലി സക്കാഫി മുള്ളൂർക്കര. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നമ്മുടെ മാവേലിയുടെ. ഓരോരുത്തരും മമ്മാലി, മൈമാക്ക, മമ്മൂലി, മമ്മു അങ്ങനെ വിളിച്ച് ഒടുവില് അദ്ദേഹത്തെ മാവേലി എന്നായി മാറിയതാണ്. അപ്പോൾ അങ്ങനെ ഓണവും മുസ്ലിങ്ങളുടേതായി മാറി. പിന്നെ ഈസയും യേശുവുമാണ്. അത് രണ്ടും ഒരാളായതുകൊണ്ട് ക്രിസ്തുമസും മുസ്ലിങ്ങൾ കൊണ്ടുപോയി. ഇനി ആകെ ഉണ്ടായിരുന്നത് വിഷുവും കണ്ണനും ശ്രീകൃഷ്ണ ജയന്തിയും, ഇതെല്ലാം അവര് കൊണ്ടുപോയി. അപ്പോ മന്തി കഴിക്കുന്ന കണ്ണൻ, അല്ലെങ്കിൽ മന്തിയുടെ മുമ്പില് കൊതിയൂറി വെള്ളമൂറി ഇരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ യാദൃച്ഛികമാണെന്ന്? നമ്മളിപ്പോ ഒരു ഫ്ലക്സ് അടിക്കുന്നിടത്ത് ഒരു പരസ്യം നൽകാൻ വേണ്ടി കൊടുത്താല് അവര് നന്നായിട്ട് ഈ പരസ്യം നമ്മൾ പറയുന്നത് പോലെ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ഫോണിലേക്ക് വാട്സപ്പ് അയച്ചു തരും, അല്ലേ? നമ്മളത് നോക്കി കൺഫേം ചെയ്ത് ഫോണ്ട് അത് മതിയോ, ആ വലിയ ലെറ്റർ വേണോ, ചെറിയ ലെറ്റർ വേണോ, ആ കളറ് മതിയോ, ഈ കളറ് മതിയോ, ഇനി എന്തെങ്കിലും കൂട്ടാനുണ്ടോ, കുറയ്ക്കാനുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ
ഒരു ഫ്ലക്സ് അടിക്കുക, അല്ലെ ഒരു നോട്ടീസ് ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ അടിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ തുടങ്ങുന്ന ഒരു വലിയ മന്തി ഹൗസിൻ്റെ ഫോട്ടോ, ഒരു ബാനർ, ഒരു പരസ്യം വെറുതെ കൊടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ്. ചേർത്തലയിലെ മന്തിക്കട വൈറലായി. അവര് കൊടുത്ത വിവാദ പരസ്യത്തിന്റെ ഉത്തരവാദി ആരാണ്? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഒട്ടനെ മാപ്പുമായിട്ട് വരുമെന്ന്. വന്നില്ലേ? അപ്പോ ഇതിലെ പ്രതിഷേധം ശക്തമാക്കാണ്. ഒരു മാപ്പിൽ തീരുന്ന വിഷയമല്ല ഇത്. അത് ഹിന്ദുക്കൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേർത്തല മനോരമ കവലയ്ക്ക് വടക്കുവശത്തുള്ള മെഹർ മന്തി ആൻഡ് ഗ്രിൽസ്, ഈ സ്ഥാപനമാണ് മന്തിയും ചിക്കൻ ഫ്രൈയും കൊതിയോടെ നോക്കിയിരിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ ചിത്രം വെച്ച് പരസ്യമുണ്ടാക്കി വിഷു ആശംസയുടെ കാർഡിൽ ഈ വിവാദ ചിത്രം വരുന്നത്. കേവലം ഒരു വിഷു ആശംസാ കാർഡല്ല ഇത് തെമ്മാടിത്തരമാണെന്നും ഈ തെമ്മാടിത്തരം വച്ച് പൊറുപ്പിക്കരുതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കട കച്ചവടത്തിന് വേണ്ടി തുറന്നതല്ല. TCS-ൽ കണ്ടതുപോലെ ഇതിന് പിന്നിൽ ഇവർക്ക് ദുരുദ്ദേശമുണ്ട്. അതുകൊണ്ട് ഈ കട അധികൃതർ തന്നെ പൂട്ടിക്കുമെന്ന് കരുതാം. അല്ലെങ്കിൽ കൃഷ്ണഭക്തർ ആ പണി ഏറ്റെടുക്കേണ്ടി വരുമെന്നും അതത്ര സുഖമുള്ള ഏർപ്പാടല്ലെന്നുമാണ് ശശികല ടീച്ചറിന്റെ പ്രഭാഷണം മറുപടി വന്നത്. അപ്പം ഈ ഫോട്ടോ വന്നിട്ട് 3 ദിവസമായി. നമ്മുടെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അവരുടെയൊക്കെ പാർട്ടികൾ സാംസ്കാരിക നായകന്മാരാണ് എന്ന് പറഞ്ഞു പാടിപ്പുകഴ്ത്തി കൊണ്ടു നടക്കുന്ന ആളുകളോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കും ഒഴിഞ്ഞോ? ഇല്ല. ഇപ്പോ പരമപവിത്രമദാമീ മണ്ണിൽ ഈ പാട്ട്, അയ്യോ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷിർക്കുണ്ട്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന രീതികളുണ്ട്, ഭൂമിയെ ഇന്ത്യയെ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ആരാധിക്കാൻ പറ്റില്ല, ഇത് ഷിർക്കാണ്, കഴുത്തിൽ കത്തിവെച്ചാലും ഞങ്ങൾ ഇത് പറയില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന ആളുകളൊക്കെ എവിടെ പോയി? ഒരു കൊച്ചു പെൺകുട്ടിയെ വെച്ച് കേരള സ്റ്റോറി മാറ്റി തിരുത്തിയവരാണിവര്. പണ്ട് ഇവര് പുഷ്പാഞ്ജലിയെ, ശത്രു സംഹാര പുഷ്പാഞ്ജലി, അതിനെക്കുറിച്ചിട്ട് ഒരു പ്രസംഗം വരുന്നു. അത് മുറിച്ചെടുത്ത് എന്തെല്ലാം രൂപത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയ ടീംസാണ് ഇവര്. ഉത്തരേന്ത്യയിൽ പറക്കുന്ന കാക്കയെ നോക്കി ആരെങ്കിലും പോ കാക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും മുസ്ലിം പീഡനം ആരോപിച്ച്, മുസ്ലിം വേട്ടയാരോപിച്ച് ഇവിടെ ഇളകി മറിയുന്ന കലാശക്കൂട്ടുകാരൊക്കെ ഇവിടെ. നമ്മുടെ നാടിനെ കലാപഭൂമിയാക്കി മാറ്റാൻ കൊട്ടേഷൻ എടുത്ത ടീംസ് ഒക്കെ എവിടെ? ബൈബിള് കത്തിച്ചപ്പോഴും കണ്ടില്ല. ഗുരുവായൂര് പാരഡൈസ് ഹോട്ടലിൽ സുനയിൽ നിന്നും മുടി പറിച്ചെടുത്തിട്ട മുഹമ്മദ് മുസ്തഫ എന്നെന്താണ് അവന്റെ പേര്, അവന്റെ വിഷയത്തിലും കണ്ടില്ല പ്രതികരണം. അതുപോലെ ക്ഷേത്രം വേശ്യാലയമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഷയത്തിലും കണ്ടില്ല പ്രതികരണം. എതിർഭാഗത്ത് ആരാണ് എന്ന് നോക്കി മാത്രമേ പ്രതികരണം വരൂ. അപ്പോ ഇവിടെ എവിടെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ഇവിടത്തെ മതേതര വിശ്വാസികൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇവരുടെ ഇത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം രൂപപ്പെടാൻ കാരണമാകുന്നത്. അല്ല നിങ്ങൾക്ക് മാത്രം ഐക്യങ്ങൾ മതിയോ? മറ്റുള്ളവരും ശക്തിയുക്തം ഐക്യപ്പെടട്ടെ. ഞാൻ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന ഒരു പ്രതികരണം കാണിച്ചു തരാം. എല്ലാവർക്കും പ്രതികരിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അവനവന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തിയാൽ തന്നെ ഒരു പരിധി വരെ ഇതിനൊക്കെ ഒരു പ്രതിവിധിയാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഒരു യുവാവിന്റെ പ്രതികരണമാണ്. ഏറ്റവും പുതിയ മൈരേതര മുഖം കാണേണ്ടവർക്ക്, കേരളത്തിന്റെ ഏറ്റവും പുതിയ മൈരേതര മുഖം കാണേണ്ടവർക്ക് കാണാം, കണ്ട് ആസ്വദിക്കാം. മെഹർ മന്തി ആൻഡ് ഗ്രിൽസ്, ചേർത്തല. അവന്മാരുടെ വിഷു ആശംസകളുടെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഹിന്ദുക്കൾ
ജന്തുക്കളായി തന്നെ തുടരട്ടെ. ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ ഗ്രിൽഡ് ഫ്രൈ വെച്ചിട്ട് ഉണ്ണിക്കണ്ണൻ കൊതിയോടെ അതിനെ നോക്കുന്ന കാഴ്ച. എന്താണ് ക്രിയേറ്റിവിറ്റി! ഇതുപോലെയുള്ള തന്തയില്ലായ്മ കാണിക്കുന്നവരോട് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് ഹിന്ദുക്കൾക്ക് ഇപ്പോഴും അറിയില്ല. സ്വന്തം തലയ്ക്ക് മേലെയുള്ള കഴുത്ത് വെട്ടിയെടുത്താലും അവിടെയും മതേതരം പറയും. വിഷുനാളിൽ ഹിന്ദുവിനെ ഒട്ടാകെ അപമാനിക്കുന്ന ഒരു രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഹിന്ദുവിനെതിരെ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ല എന്ന അഹങ്കാരമാണിത്. ഈ വൃത്തികേടുകൾക്കെതിരെ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കിക്കോളൂ. നാളെ ഇതിന്റെ പ്രതിഫലനം നിങ്ങളുടെ അടുത്ത തലമുറ അനുഭവിക്കേണ്ടി വരും എന്നതുറപ്പാണ്. കേരളത്തിന്റെ ഏറ്റവും പുതിയ മൈരേതര മുഖം കാണേണ്ടവർക്ക് മതങ്ങൾ തമ്മിൽ ഒരിക്കലും സൗഹാർദ്ദപ്പെടില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത്. ആ മനുഷ്യന്മാർക്കിടയിലാണ് സൗഹാർദ്ദം വേണ്ടത്. അല്ലാതെ എന്റെ മതം മാത്രമാണ് ശരിയെന്ന് ഇവിടെ ഒരിടത്ത് പറയുന്നു, മറ്റൊരിടത്ത് പറയുന്നു അവരുടെ മതം മാത്രമാണ് ശരി. എങ്ങനെയാ സൗഹൃദപ്പെടുക? ഇവിടെ എന്ത് രൂപത്തിലുള്ള സൗഹാർദ്ദമാണ് നിങ്ങൾ കാണുന്നത്? അതുകൊണ്ട് കേരളത്തില് ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും പറഞ്ഞാലും നമുക്ക് നല്ല രൂപത്തിൽ പിന്തുണ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ കേരളത്തിൽ സമാനമായിട്ട് നടക്കുന്ന എല്ലാ വിഷയങ്ങളെയും കോർത്തിണക്കി നിങ്ങൾ നോക്കുക. TCS അടക്കം ഒരു സ്ഥാപനത്തിന്റെ മുസ്ലിമായിട്ടുള്ള മുറിയന്മാര് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ എന്താണ് എന്ന് ഇപ്പോൾ പുറത്തു വരുവാണ് അല്ലേ? സ്ത്രീകളെ നിർബന്ധിച്ച് മതം മാറ്റിക്കുന്നു, നമസ്കരിപ്പിക്കുന്നു, ബീഫ് തീറ്റിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, മുറിയിൽ പൂട്ടിയിട്ട് ലൈംഗികമായി അതിക്രമം കാണിക്കുന്നു, എന്നിട്ടത് വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു. ഇവർക്ക് വല്ല ഭയവും ഉണ്ടായിരുന്നോ? ഇല്ല. മതം ലഹരിയായി പോയി. അതുകൊണ്ട് ഒരിക്കലും തങ്ങൾ ഈ വിഷയത്തിൽ പിടിക്കപ്പെടില്ല. ഇനി പിടിക്കപ്പെട്ടാലോ രക്ഷപ്പെടാൻ ഒരുപാട് സോഴ്സുകൾ ഇവര് നേരത്തെ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയം